ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പോൾ ഞങ്ങളങ്ങനെ പാനേഷ്യയിലുള്ള വയനാടൻ നള്ളി മട്ടൻ ബിരിയാണി കഴിച്ച ശേഷം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ജബൽ ദുഖാനിലുള്ള ട്രീ ഓഫ് ലൈഫ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. പോകുന്ന വഴിയിൽ കണ്ടില്ലേ, നല്ല പൊടിക്കാറ്റായിരുന്നു കേട്ടോ. പൊടിക്കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നമ്മൾ റോഡിലൊക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങൾ. അപ്പോൾ അച്ഛനും അമ്മയും വന്ന ശേഷം ഇത് അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഈ പൊടിക്കാറ്റ് കാണലൊക്കെ. അപ്പം എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ പോയിട്ട് ഇനി വയ്യായൊക്കെ വരുമോ എന്നുള്ളത്. പക്ഷെ അവർക്കാണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ പൊടിക്കാറ്റെന്ന് പറയുന്നത് നമ്മുടെ വെതറിൻ്റെ ചേഞ്ചിനെയാണ് അറിയിക്കുന്നത് കേട്ടോ. ഇനി ചൂട് തുടങ്ങാൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് തരലാണിത്. അങ്ങനെ ഞങ്ങളീ പോകുന്ന വഴിയിലൊക്കെ ഓയിൽ റിഗ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് പേർഷ്യൻ ഗൾഫിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആദ്യത്തെ എണ്ണക്കിണറാണ് ബഹ്റൈനിലുള്ളത്. ജബൽ ദുഖാൻ്റെ താഴെയാണിത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ കാലിഫോർണിയയിലുള്ള സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി കാനഡയിൽ സ്ഥാപിച്ച ബഹ്റൈൻ പെട്രോളിയം കമ്പനി, അതായത് ബാപ്കോ ആണ് ഇത് കണ്ടെത്തി പ്രവർത്തിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. ഇത്രയും എനിക്ക് ഓയിൽ റിഗിനെ കുറിച്ച് പറയാൻ അറിയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞു ട്രീ ഓഫ് ലൈഫാണെന്ന്. ആ സ്ഥലത്തിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, വളരെ ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ്. വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാമ്പിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറിയ രീതിയിലൊക്കെ അതെല്ലാം ഷൂട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പൊടിക്കാറ്റിലും അവിടേക്ക് എത്തിപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പേടി മൊത്തം വയ്യായ വരുമോ എന്നുള്ളതായിരുന്നു. ഇവരൊക്കെ ഇവിടെ വന്ന ശേഷം ഇനി ഒരു വയ്യായിട്ട് കിടക്കണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിക്കാനും ഒക്കെ ഉള്ളതല്ലേ എന്ന് വെച്ചിട്ട് ഞാനൊരുപാട് വേണ്ട വേണ്ട പറഞ്ഞെങ്കിലും ഇവരാരും സമ്മതിച്ചിരുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ബൈക്ക് റൈഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതേ ഞങ്ങളെല്ലാവരും മാസ്കും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ കയറി. കാരണം അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റും, പൊടിക്കാറ്റെന്നെ പറയണം, പൊടിക്കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി കേട്ടോ. ഇനി ഞാൻ ചെറിയൊരു വിശദീകരണം തരാം. അറേബ്യൻ മരുഭൂമിയിലെ തരിശ് ഭൂമിയിലെ ഒരു കുന്നിന് മുകളിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ബഹ്റൈനിലെ 32 അടി ഉയരമുള്ള ഒരു പ്രോസോപ്പിസ് സിനേറിയ മരമാണിത്. ഇതിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ. ഞെട്ടണ്ട, അതിലും കൂടുതലുണ്ടെന്ന് വേണം പറയാൻ. ഇനി ഇതിൻ്റെ പഴക്കവും പ്രദേശത്ത് വളരുന്ന ഒരേ ഒരു പ്രധാന വൃക്ഷവുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയായിട്ടൊക്കെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന വിനോദസഞ്ചാര ആകർഷണ സ്ഥലമായിട്ടാണ് കേട്ടോ കാണുന്നത്. എല്ലാ വർഷവും ഏകദേശം 60,000-ൽ കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുമുണ്ട്. ഇനി ഈ മരം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിന് ഒരു ഉറപ്പുമില്ല. കാരണം വർഷത്തിൽ ബഹ്റൈനിൽ മഴ കുറവാണ്. അതിൻ്റെ വേരുകൾ 50 മീറ്റർ ആഴത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് എത്താൻ ഇത് മതിയാകും എന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഈ മരം മണൽത്തരിയിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ പല രീതിയിലും പല എന്താ പറയുക അവകാശവാദങ്ങളും ഇതിലുയർന്നു വന്നിട്ടുണ്ട്. 2009 ഈ വൃക്ഷം പുതിയ 7 പ്രകൃതി അത്ഭുതങ്ങളുടെ പട്ടികയിൽ കയറിക്കൂടിയിട്ടുമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ട്രീ ഓഫ് ലൈഫിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. കണ്ടില്ലേ, പൊടിക്കാറ്റിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാറ്റുമായിട്ടും അച്ഛനും അമ്മയ്ക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു എന്താ പറയുക, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. എന്തും നേരിടാൻ, സാരല്ല, കുഴപ്പമില്ല, അത് ലൈഫിൽ 1 ടൈം മാത്രം കിട്ടുന്നതല്ലേ. സംഭവം ശരിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ മൊത്തം അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും വയ്യായ വരുമോ എന്നുള്ളൊരു പേടി മാത്രമായിരുന്നു കേട്ടോ. ഞാൻ തുടക്കം തൊട്ട് പോയി അവിടെ എത്തുന്നവരെ ഞാൻ സ്വൈര്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പോവാൻ തിരിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരാണ് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു ധൈര്യം കണ്ടപ്പോഴാണ് ഞാനും ഒന്ന് ഓക്കെ ചെയ്തിട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് അവരാസ്വദിച്ചു. അവർക്കും കുറേ കഥകളൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കാനും എന്താ പറയുക അത്ഭുതകരമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഈ ചെടി ഇത്രയും കാലം, അതിന് ചുറ്റും ഒരു ചെടി പോലും ഇല്ല, ഈ ഒരു ചെടി മാത്രമാണ്, അല്ല ഈ ഒരു വൃക്ഷം മാത്രമാണ് അവിടെ നിലനിന്ന് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടത് നേരെ അസ്കർ ബീച്ചിലേക്കായിരുന്നു കേട്ടോ. അസ്കർ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, നീന്താനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അവിടെ നമുക്ക് ജസ്റ്റ് പോയി ചില്ല് ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ പറ്റിയൊരു ബീച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ വീഡിയോയിൽ കാണാൻ പറ്റും, ഒരു ഫ്ലെമിഗോ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ടോ. അങ്ങനെ അതും കുറച്ച് നേരം നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ആ ഫോട്ടോസ് എല്ലാം ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് ഓട്ടപ്പന്തയായിരുന്നു, ഞാനും അമ്മയും അവളും കൂടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങായി. അപ്പോൾ ബ്ലോഗും ഫോട്ടോയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് അപ്പോൾ ശരി, ബൈ.